സോ അടുത്തതായിട്ട് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. എങ്ങനെയാണ് ഓരോ ഓർഗാനിസം അത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിച്ച് ഇവോൾവ് ചെയ്ത് വരുന്നത് നോക്കാം. സോ ലൈഫ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഓരോ ഓർഗാനിസത്തിലും കാണുന്നത് നോക്കാം. സോ ഓരോ പോപ്പുലേഷനും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുക. സോ ഓരോ പോപ്പുലേഷനും ഇവോൾവ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് മാക്സിമൈസ് ചെയ്യാൻ. ഈ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിൽ ഡാർവീനിയൻ ഫിറ്റ്നസ് എന്നും കൂടി പറയാം. സോ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ തിയറി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ് എന്താണ് ഈ പറഞ്ഞ ഫിറ്റ്നസ് എന്ന് പറഞ്ഞത്. സോ ഓരോ ഓർഗാനിസത്തിനും നാച്ചുറലായിട്ട് കാണുന്ന അതിൻ്റെ നാച്ചുറലായിട്ടുള്ള എബിലിറ്റിയാണ് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അതിൻ്റെ ഓഫ്സ്പ്രിങ്സിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അതിനെയാണ് നമ്മൾ ആർ വാല്യൂ എന്ന് പറഞ്ഞത്. സോ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അഥവാ ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ആർ വാല്യൂ, ഹൈ ആയിട്ടുള്ള നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു നേച്ചർ, ആ വാല്യൂ ആണ് ആർ വാല്യൂ, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. സോ ഇൻക്രീസ് ഹൈ ആർ വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാർവീനിയൻ ഫിറ്റ്നസ് അഥവാ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. സോ ഓരോ പോപ്പുലേഷനും ഇവോൾവ് ചെയ്യണത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഒരു സ്പെസിഫിക് ഹാബിറ്ററ്റിലാണോ ഓരോ പോപ്പുലേഷൻ കാണപ്പെടുന്നത് അവിടെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറുകളുണ്ട്. ആ ഒരു ഫാക്ടറിൽ ഒന്നാണ് നമ്മൾ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആയ ഹൈ ആർ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സെലക്ഷൻ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസും അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയിലൂടെ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അതാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അഥവാ നമ്മൾ പറഞ്ഞ ഡാർവീനിയൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ ആർ വാല്യൂ, ഹൈ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു വാല്യൂ, ഹൈ ഇൻട്രിൻസിക് ആയിട്ടുള്ള നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ആ വാല്യൂ. സോ ഓരോ ഓർഗാനിസം എന്താണ്? ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സെലക്ഷൻ പ്രഷറിൽ അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയിലൂടെ മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് നേച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ചില ഓർഗാനിസംസ് ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. ചില ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ അഥവാ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ പസഫിക് സാൽമൺ ഫിഷ്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. പസഫിക് സാൽമൺ ഫിഷ് അതുപോലെ ബാംബു, ഇത് രണ്ട് ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുള്ളൂ. സോ അങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ചില ഓർഗാനിസം ബ്രീഡ് മെനി ടൈംസ് ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. അതേസമയം ചില ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അവരുടെ ലൈഫ് ടൈമിൽ ഒരുപാട് തവണ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ബേർഡ്സും മാമൽസും എന്താണ്? അവരുടെ ലൈഫ് ടൈമിൽ ഒരുപാട് തവണ അവരെന്ത് ചെയ്യുന്നു? മെനി ടൈംസ് ഇൻ ദെയർ ലൈഫ് ടൈം അവർ ബ്രീഡ് ചെയ്യുന്നു അഥവാ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ തന്നെ നമുക്ക് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ രണ്ട് തരത്തിൽ കാണാം. ചില ഓർഗാനിസം ഒരിക്കൽ മാത്രമേ ബ്രീഡ് ചെയ്യുന്നുള്ളൂ, ചില ഓർഗാനിസം ഒന്നിലധികം തവണ അവരുടെ ലൈഫ് ടൈമിൽ ബ്രീഡ് ചെയ്യുന്നു. ഇനി വേറൊരു കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം ഓർഗാനിസം പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ്സ്പ്രിങ്സ്. സോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിൻ്റെ നമ്പർ ആൻഡ് സൈസ് വെച്ച് നോക്കുമ്പോൾ അവിടെയും ലൈഫ് ഹിസ്റ്ററിയിൽ വേരിയേഷൻസ് കാണാൻ പറ്റുന്നു. ചില ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ്സ്പ്രിങ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് നമ്പർ എന്നാൽ ചെറിയ സൈസുള്ള ഓഫ്സ്പ്രിങ്സ്, സ്മോൾ സൈസുള്ള ഓഫ്സ്പ്രിങ്സ് ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു ചില ഓർഗാനിസം. അതിന് എക്സാമ്പിൾസ് ആണ് ഓയിസ്റ്റേഴ്സ്, പെലാജിക് ഫിഷസ് ഒക്കെ എക്സെട്ര. അങ്ങനത്തെ പെലാജിക് ഫിഷ്, ഓയിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ ചെറിയ സൈസുള്ള ഓഫ്സ്പ്രിങ്സിലെ ഒരുപാട് നമ്പർ പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് നമ്പർ ആയിരിക്കും, പക്ഷേ ഓഫ്സ്പ്രിങ്സിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. അതേസമയം വേറെ ചില ഓർഗാനിസംസ് പ്രൊഡ്യൂസ് സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ്സ്പ്രിങ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വേറെ ചില ഓർഗാനിസംസ് കുറച്ച് നമ്പറേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പക്ഷേ ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. സ്മോൾ നമ്പർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, എണ്ണം കുറവായിരിക്കും, പക്ഷെ സൈസ് വൈസ് എന്തായിരിക്കും? വലുതായിരിക്കും, ലാർജ് സൈസ്ഡ് ഓഫ്സ്പ്രിങ്സിനെ. സോ കുറച്ച് എണ്ണത്തിൽ ഒരുപാട് നമ്പർ അല്ലെങ്കിൽ ഒരുപാട് സൈസുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് എക്സാമ്പിൾ ബേർഡ്സ് ആൻഡ് മാമൽസ്. സോ നമ്മുടെ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ നമുക്ക് നോക്കുമ്പോൾ പല തരത്തിൽ കാണും.
നമ്മൾ പറഞ്ഞ ചില ഓർഗാനിസംസ് ഒരിക്കൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ അവരുടെ ലൈഫ് ടൈമിൽ, വേറെ ചില ഓർഗാനിസംസ് അവരുടെ ലൈഫ് ടൈമിൽ ഒന്നിലധികം തവണ, ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്നു. എന്നാൽ വേറെ ചില ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, കുറേ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓഫ്സ്പ്രിങ്സ്, പക്ഷേ ഓഫ്സ്പ്രിങ്സ് ഒക്കെ ചെറിയ സൈസ് ഉള്ളതായിരിക്കും. എന്നാൽ വേറെ ചില ഓർഗാനിസംസ് കുറച്ച് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പക്ഷേ ഓഫ്സ്പ്രിങ്സ് ലാർജ് സൈസിലുള്ള ഓഫ്സ്പ്രിങ്സുകളായിരിക്കും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് ഓരോ ഓർഗാനിസത്തിൻ്റെയും, പല ടൈപ്പ് ഓർഗാനിസത്തിൻ്റെയും ലൈഫ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇക്കോളജിസ്റ്റിൻ്റെ ഒരു ബിലീവ് എന്ന് പറയുന്നത് ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, ഈ ലൈഫ് ഹിസ്റ്ററിയിൽ കാണുന്ന ഈ വേരിയേഷൻസ് അതിന് കാരണക്കാരായിട്ടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻസ് കാണുന്നത്. സോ ഓരോ ലൈഫ് ഹിസ്റ്ററിയിലും കാണുന്നത് ഓരോ ടൈപ്പ് ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സാണ്. ഓരോ ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സാണ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻസിൽ നമ്മൾ കാണുന്നത്. സോ ഇക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകൾ ഓരോ സ്പീഷീസിലും പോപ്പുലേഷനിലും അല്ലെങ്കിൽ കാണുന്ന ഓരോ ലൈഫ് ഹിസ്റ്ററിയിൽ കാണുന്ന ട്രെയ്റ്റുകൾ അഥവാ ക്യാരക്ടേഴ്സ് ഓർഗാനിസത്തിന് ഇവോൾവ് ചെയ്യാൻ ഇത് വരാൻ കാരണം അവരുടെ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ആയിട്ടുള്ള കൺട്രോളാണ്, കൺസ്ട്രെയിൻസുകളാണ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളാണ്. സോ അബയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ബയോട്ടിക് ആയിട്ടുള്ള അവരുടെ ഹാബിറ്ററ്റിൽ, ഓരോ ഓർഗാനിസത്തിൻ്റെയും ഹാബിറ്ററ്റിൽ കാണുന്ന അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ കൺട്രോൾ, നിയന്ത്രണങ്ങൾ കാരണമാണ് ഓരോ ഓർഗാനിസം പലതരത്തിലുള്ള ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യാൻ കാരണം. സോ ഇക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യണത് ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് റീസൺ എന്താണ്, അതിന് കാരണം ഓരോ ഓർഗാനിസംസ് ജീവിക്കുന്ന അവിടെയുള്ള അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻറ്റുകളുടെ കൺട്രോൾ, അവരെങ്ങനെയാണോ ഈ ഓർഗാനിസത്തിനെ കൺട്രോൾ. സോ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കാരണമാണ് ഓരോ ഓർഗാനിസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകളും ക്യാരക്ടേഴ്സുകളും എക്സ്പ്രസ് ചെയ്യണത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ്, ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇക്കോളജിസ്റ്റ് ഒരു ഇക്കോളജിക്കൽ റിസർച്ചായിട്ട് കാണുന്ന ഒരു ഏരിയ. സോ അറ്റ് പ്രസൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ഇക്കോളജിയിലുള്ള ഒരു റിസർച്ചാണ്, ഇക്കോളജിക്കൽ റിസർച്ചാണ്. എസ്പെഷ്യലി എങ്ങനെയാണ് ഈ ഡാർവീനിയൻ ഫിറ്റ്നസ് അഥവാ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസമാണ്. എസ്പെഷ്യലി ദ മെക്കാനിസം ഓഫ് മാക്സിമൈസിങ് ദ ഡാർവീനിയൻ ഫിറ്റ്നസ് ഇൻ ഓർഗാനിസം വിത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽ. ഈ ഡാർവീനിയൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഓർഗാനിസത്തിൽ കാണുന്നത് പല സ്റ്റൈലിൽ എങ്ങനെ അതിൻ്റെ മെക്കാനിസത്തിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. സോ എസ്പെഷ്യലി മെക്കാനിസം, ഈ പറഞ്ഞ ഡാർവീനിയൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിനെ എത്രത്തോളം നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും ഓരോ ഓർഗാനിസത്തിൽ ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ട്. ഇതാണ് ഒരു ഇക്കോളജിക്കൽ റിസർച്ച് ഈ പറയുന്ന ഇക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏത് അണ്ടറിൽ ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റിൽ നോക്കുമ്പോൾ ഒരു ഇക്കോളജിക്കൽ റിസർച്ച് ഏരിയ ആണ് ഏറ്റവും നല്ല ഇക്കോളജിയിൽ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ റിസർച്ച് ഏരിയയിലാണ് ലൈഫ് ഹിസ്റ്ററി ട്രെയ്റ്റിൽ കാണുന്നത്. അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഡാർവീനിയൻ ഫിറ്റ്നസിനെ, ഓരോ ഓർഗാനിസത്തിലും കാണുന്ന ഡാർവീനിയൻ ഫിറ്റ്നസിനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ വെച്ച് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ പറ്റും.